യേശുക്രിസ്തുവിന്റെ സത്യകഥയാണിത്. അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. യേശുവിനെ പറ്റിയുള്ള സത്യം കുഞ്ഞുങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഇതുപോലെയാണ് സംഭവിച്ചത്. നിങ്ങളെ ആരെങ്കിലും കണ്ടോ? നിന്നെ? എനിക്കും അങ്ങനെ തോന്നുന്നില്ല. ശരി, നമുക്ക് പോവാം. ബെഞ്ചമിൻ, യേശുവിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അത്ഭുതങ്ങൾ കാട്ടിയത് കൊണ്ടാണോ? അവൻ മന്ത്രജാലങ്ങളാണ്. പിന്നെ എങ്ങനെ ആ വിധം ചെയ്യാൻ കഴിയും? യോവേൽ, അത് വിശദീകരിക്കേണ്ടതില്ല. ദൈവം മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അത്ഭുതങ്ങൾ. കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. അതെ, ഇതിലൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നു. സാരാ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ മറന്നുപോയി. നിങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്താണെന്ന് അറിയാൻ എനിക്ക് ആശയുണ്ടായി. നിനക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം? ഒത്തിരി അറിയാം. വല്യമ്മച്ചിക്ക് അദ്ദേഹത്തിന്റെ അമ്മ മറിയെ അറിയാം. യേശുവിനെ കുറിച്ചുള്ളതെല്ലാം ജനനവും മറ്റും പറഞ്ഞു തന്നു. സത്യമായി ഇതൊരു വലിയ കഥയാണ്. മറിയ നസറത്തിൽ ജീവിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു. അവക്ക് വിവാഹം കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യോസഫിനെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു. ഒരു ദിവസം ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ദൂതൻ മറിയെ ഭയപ്പെടുത്തിയോ? ഒരു ദേവദൂതൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ തീർച്ചയായും പേടിക്കും. പിന്നെ എന്ത് സംഭവിച്ചു? റോമാ ചക്രവർത്തി ലോകമൊക്കെയും ജനസംഖ്യ എല്ലാവരും തങ്ങൾ ജനിച്ച നഗരങ്ങളിൽ പോകാൻ ഗവൺമെന്റ് നിയമമുണ്ടാക്കി. തങ്ങളുടെ പേരെഴുതി രജിസ്റ്റർ ചെയ്യുന്നത് അറിയാമല്ലോ. പുരുഷന്മാരെല്ലാം അവരവരുടെ ജന്മനാട്ടിൽ യോസഫ് താൻ ജനിച്ച ബത്ലഹാമിലേക്ക് മറിയെ കൊണ്ടുപോയി. അവർ ബത്ലഹാമിലെത്തിയപ്പോൾ നഗരം ആൾക്കൂട്ടത്താൽ നിറഞ്ഞിരുന്നു. താമസ സ്ഥലങ്ങളെല്ലാം നിറഞ്ഞിരുന്നു. അവർ താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം പുൽത്തൊട്ടിയായിരുന്നു. ഇതുപോലുള്ളതാണോ? ഇതുപോൽ തന്നെ ആ രാത്രിയിൽ യേശു കുഞ്ഞ് ജനിച്ചു. പുൽത്തട്ടിക്കടുത്തുള്ള വയലിൽ കുറെ ഇടയന്മാരുണ്ടായിരുന്നു. ആട്ടുംകൂട്ടത്തെ കാത്തിരുന്ന അവർ പെട്ടെന്നൊരു ദൈവദൂതനെ കണ്ടു. ഉടനെ ഇടയന്മാർ ശിശുവിനെ കാണാൻ പോയി. കുഞ്ഞു പുൽത്തൊട്ടിയിൽ കിടക്കുകയായിരുന്നുവെന്ന് ചിന്തിക്കാൻ കഴിയുമോ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഉടനെ ഇടയന്മാർ ശിശുവിനെ കാണാൻ പോയി. കുഞ്ഞു പുൽത്തൊട്ടിയിൽ കിടക്കുകയായിരുന്നെന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ കഴുതയ്ക്ക് തീറ്റ കൊടുക്കുന്ന പെട്ടി പോലൊന്നിൽ അവർ ശിശുവിനെ കിടത്തി. ജനനശേഷം യേശുവിനെ മറിയയും യോസഫും യെരുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തെ സ്നേഹിച്ചിരുന്ന സിമിയോൻ എന്ന മനുഷ്യനെ അവർ കണ്ടു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയന് സമാധാനത്തോടെ വിട്ടയക്കുന്നു. സിമിയോന്റെ ജീവിതകാലത്ത് യേശുവിനെ കാണുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ ശിശു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചിന്തയിലും വർത്തമാനത്തിലും പ്രവൃത്തിയിലും മനുഷ്യർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ക്ഷമിക്കാൻ യേശു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി വളർന്നു വരണമായിരുന്നു. തെറ്റായ കാര്യങ്ങളെ ദൈവം പാപമെന്ന് വിളിക്കുന്നു. അന്ന് യേശു കുഞ്ഞായിരുന്നു, ഇപ്പോ ഒരു മനുഷ്യനാണ്. ഒരിക്കലും ബാലനായിരുന്നില്ലേ? തീർച്ചയായും. എന്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞു, യേശുവിന് 12 വയസ്സുള്ളപ്പോൾ മറിയയും യോസഫും അവനെ യെരുസലേമിൽ കൊണ്ടുപോയി. യേശു ദേവാലയത്തിൽ പോയി മതപുരോഹിതന്മാരോട് സംസാരിച്ചു. ഇവൻ ആരുടെ മകനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ? അവൻ നസറേത്തിൽ നിന്നുള്ളവനാണ്. ഞങ്ങളുടെ കൂടെ പോന്നു എന്ന് ചിന്തിച്ചു. അവന്റെ തീഷ്ണത ദയവായി ക്ഷമിച്ചാലും.
പിന്നെ യേശു മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങി. അവൻ വളർന്ന് ഓരോ ദിവസവും ജ്ഞാനത്തിൽ വർദ്ധിച്ചു. എല്ലാ താഴ്വരയും നികന്നു വരും. ഒരു ദിവസം യേശു തന്റെ കസിൻ യോഹന്നാൻ സ്നാപകനെ കാണാൻ പോയി. ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിച്ചവരെ യോഹന്നാൻ സ്നാനപ്പെടുത്തി. ആ ദിവസം യേശുവിനെയും അവൻ സ്നാനപ്പെടുത്തി. ജനം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവം പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ അവിടുന്ന് എന്തു ചെയ്തു? യേശു പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു. ദൈവത്തെക്കുറിച്ച് ജനത്തെ പഠിപ്പിച്ചു. മകളെ, ഗുരു, യേശു വളർന്ന് നസറത്തിലേക്ക് മടങ്ങി. ഒരു ദിവസം യേശു ദേവാലയത്തിൽ പോയി. പുരോഹിതന്മാർ ദൈവവചനത്തിൽ നിന്നു വായിക്കാൻ യേശുവിനോട് പറഞ്ഞു. യേശു വായിച്ച വിശുദ്ധ വചനത്തിൽ എല്ലാ സ്ഥലത്തുള്ള ജനം ദൈവത്തോടു കൂടെ എക്കാലവും ജീവിക്കാൻ വേണ്ടി യേശുവിനെ അയക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ വചനം വായിച്ചു കേട്ടിരിക്കുകയാൽ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. എന്താ തിരുവഴുത്ത് നിവൃത്തിയായിരുന്നു? എന്നാൽ മസീദ് മാത്രമേ ഈ വാഗ്ദാനം നിറവേറ്റാൻ ഞാൻ കഴിയൂ. സത്യമായി നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും തന്റെ പിതൃഭവനത്തിൽ സമ്മതനല്ല. അനേക കാര്യങ്ങൾ കൂടെ കഥയിലുണ്ട്. യേശു ഗലീല കടലിൽ പോയി. പടക് ആഴത്തിലേക്ക് നീക്കൂ, നീയും കൂട്ടാളികളും ചേർന്ന് മീൻ പിടിക്കുവാൻ വലയിറക്കുവിൻ. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യാക്കോബ്, യോഹന്നാൻ, യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾ പടകുമായി ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. വേഗമാകട്ടെ. ഒരു നിവൃത്തിയുമില്ല, ഞങ്ങൾക്ക് വല നിറയെ മീൻ ലഭിച്ചിരിക്കുന്നു. അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സമയമാണ് യേശു ദൈവപുത്രനാണെന്ന് പത്രോസ് അറിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പത്രോസ് പേടിച്ചു. ജീവിതത്തിൽ അവൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. യേശുവിനെ പോലെ വിശുദ്ധനും ശക്തനുമായ ഒരാൾ പാപിയായ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് പത്രോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഭയപ്പെടേണ്ട, ഞാൻ പോട്ടെ. എന്നാൽ ഞാനും പോവുകയാണ്. പിന്നെ കാണാം. ശരി. നീ എവിടെയായിരുന്നു ബെഞ്ചമിൻ? നിന്റെ കൂട്ടുകാരോടൊപ്പം പോയിരുന്നു? അതെ ഡാഡി. കലേബ ഉണ്ടായിരുന്നു? അതെ ഡാഡി. അവന്റെ കൂടെ പോകരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി, അവന്റെ അപ്പൻ യേശുവിനെ കുറിച്ച് കള്ളക്കഥകളാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? നാം വിശ്വസിക്കുന്നു ദൈവം ശക്തനായ ഒരു രാജാവിനയക്കും. പുൽത്തൊട്ടിയിൽ ജനിച്ചാൽ രാജാവാണെന്ന വിഡ്ഢിത്തം അയാൾ വിശ്വസിക്കുന്നു. കാലേബിന്റെ അച്ഛൻ പറയുന്നത് ശരിയാണെങ്കിലോ? വേണ്ട ബെഞ്ചമിൻ, നമ്മൾ ഇനി ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട. ശരി.
അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. അവൻ ധാരാളം ക്ഷമിക്കും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. കേൾക്കൂ, ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്ത്? ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് യേശു ദേവാലയത്തിലായിരുന്നു. യേശുവിനെ കാണാൻ വലിയ ജനക്കൂട്ടം ദേവാലയത്തിനുള്ളിലും അതിനേക്കാൾ വലിയ കൂട്ടം വെളിയിലും ഉണ്ടായിരുന്നു. യേശുവേ, എന്റെ ഒരേ ഒരു മകളാണ്, അവളെ രക്ഷിക്കണമേ. നാഥ, കരുണ കാണിക്കണമേ. അവൾക്ക് 12 വയസ്സേ ഉള്ളൂ, മരിക്കാറായിരിക്കുന്നു. ദയവായി എന്റെ കൂടെ വരണമേ. യായിറോസേ, ഒന്ന് നിൽക്കൂ. യായിറോസേ, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തണ്ട. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. അത് സാധ്യമാണ്. മകളെ, എഴുന്നേൽക്കൂ. അവൾക്ക് ഭക്ഷണം കൊടുക്കൂ. ആണോ? അപ്രകാരം സംഭവിച്ചോ? വാസ്തവമാണോ? അവൾ രോഗിയായിരുന്നു എന്ന് തോന്നുകയില്ല. എന്റെ അച്ഛൻ പറയുന്നു, യേശുവിന്റെ കൂട്ടുകാരിൽ ചീത്തക്കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർ പാപികളാണ്. അത് സത്യമാണ്. യേശു എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് കൊണ്ടാണത്. പട്ടണത്തിൽ വരുന്നവരിൽ നിന്നും കരമായി പണം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെ കുറിച്ച് എന്റെ ഡാഡി പറഞ്ഞു. എന്നെ അനുഗമിക്കൂ. യേശു ശിഷ്യരായി തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളാണ് മത്തായി. അവരവിടുത്തെ ഉറ്റ സ്നേഹിതരായിരുന്നു. യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത് ദൈവസ്നേഹം പഠിപ്പിക്കാൻ സഹായിച്ചു. പത്രോസ് എന്ന സിമോനുണ്ട്. പത്രോസിന്റെ സഹോദരൻ ആന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ. മത്തായി തീർച്ചയായും ഉണ്ട്. തോമസ്, വേറെ ഒരു യാക്കോബ്, മറ്റൊരു സീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ഇസ്കറിയോത്ത് യൂദ. ഇതെല്ലാം എങ്ങനെ ഓർമ്മിക്കുന്നു? വലിയ മിടുക്കൻ. അങ്ങനെ പറയുന്നത് നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാ. ഞാൻ അങ്ങനെയല്ല. കഴുതയെ പോലെയാണ് നിന്റെ ബുദ്ധി. എന്റെ കൂട്ടുകാരിയാണ് വായാടി. ആരെയാണ് നീ വായാടി എന്ന് വിളിച്ചത്? അവളെ വിടൂ. എന്നെ തടയുന്നത് നീയാണോ? അയ്യോ, എനിക്ക് നോവുന്നു. വൃത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ വേദനിക്കും. എന്തു പറ്റി? വഴക്കിൽ കിട്ടിയതാണ്. നിന്നോട് ചോദിച്ചില്ല ലയ? ക്ഷമിക്കൂ. കലേബിന്റെ കൂടെ വഴക്കുണ്ടാക്കിയതാ. അവർ യേശുവിനെ കുറിച്ചാ സംസാരിച്ചത്. അവരെപ്പോഴും സാറയുടെ കഴുതാലയത്തിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചാൽ ഒരു നന്മ ഉണ്ടാകില്ല. നമ്മുടെ രാജാവല്ല, അവൻ ഒരിക്കലും ആകുകയുമില്ല. പക്ഷെ ഡാഡി, യേശു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒന്നും പറയണ്ട. നിങ്ങൾ കുട്ടിയോട് കർക്കശമായി പെരുമാറുന്നില്ലേ? അങ്ങനെ തോന്നുന്നില്ല. ഇതെല്ലാം വേഗത്തിൽ ശരിയാകും. യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയപ്പെടുന്നവരിൽ ഒരു ഒറ്റുകാരനുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് അധികകാലം നമുക്ക് ഉപദ്രവം ഉണ്ടാകുകയില്ല. ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പഴിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ,
നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുപ്പിൻ. നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രം കൂടി വിട്ടുകൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുപ്പീൻ. നിങ്ങൾക്കുള്ളത് ആരെങ്കിലും എടുത്തു കളഞ്ഞാൽ അത് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അവനൊരു പക്ഷേ മസിഹയായിരിക്കുമോ? മസിഹായിയുടെ അർത്ഥം എന്താണ്? അതിനെ കുറിച്ച് അവർ ദേവാലയത്തിൽ പറഞ്ഞു. മസിഹ എന്ന് വെച്ചാൽ അഭിഷക്തൻ. വാ, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോവാം. അവൻ എങ്ങനെ അപ്രകാരം പറയാൻ കഴിയുന്നു? അതെ, ശരിയാണ്. അവൾ എന്ത് ചെയ്യാൻ ഇവിടെ? ഞാൻ അറിയുന്നില്ല. മനുഷ്യൻ യഥാർത്ഥ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും അവളെ എങ്ങനെയുള്ളവളാണെന്നും അറിയുമായിരുന്നു. ഏത് തരത്തിലുള്ള പാപജീവിതമാണ് ഇവൾ നയിക്കുന്നതെന്നും അറിയുമായിരുന്നു. ശീമോനെ, ഈ സ്ത്രീ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? പണം കടം കൊടുക്കുന്നൊരുവന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 വെള്ളിക്കാശും മറ്റവന് 50 വെള്ളിക്കാശും. കടം വീട്ടാൻ വകയില്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. ഇവരിൽ ആരവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു. ശരിയാണ്. ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. എന്നാൽ കണ്ണുനീര് കൊണ്ട് ഇവൾ എന്റെ കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുമ്മനം നിന്ന് സ്വീകരിച്ചില്ല. ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ സുഗന്ധതൈലം പൂശിയില്ല. ഇവളോ പരിമളതൈലം കൊണ്ട് എന്റെ കാൽ പൂശിയിരിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ഇവൾ കാണിച്ച വലിയ സ്നേഹം കൊണ്ട് തന്നെ ഇവരുടെ അനേക പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അല്പപാപം മോചിച്ചു കിട്ടിയവൻ അല്പമായി മാത്രം സ്നേഹിക്കുന്നു. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. സമാധാനത്തോടെ പോക. എന്നെ ഒന്ന് എടുത്തേ. എന്റെ തോളിക്കലിരിക്കൂ. ഇപ്പൊ കാണാം. എനിക്കിപ്പോൾ യേശുവിനെ കാണാമല്ലോ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികി വീണ വഴിയാത്രക്കാർ ചവിട്ടിക്കളഞ്ഞു. ബാക്കി പറവകൾ തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറമേൽ വീണു. പാറമേൽ വീണത് മുളച്ചപ്പോൾ നനവില്ലാകിയാൽ ഉണങ്ങിപ്പോയി. ചില വിത്ത് മുള്ളിനിടയിൽ വീണു. മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് നല്ല മണ്ണിൽ വീണു. കതിർ കുലച്ച് നല്ല ധാന്യമായി തീർന്നു. 100 മേനി വീതം. ഉപമയുടെ അർത്ഥം ഇതാണ്: വിത്ത് എന്നുള്ളത് ദൈവവചനമാകുന്നു. വഴിയരികിൽ വീണ വിത്ത് വചനം കേട്ടവരെ കുറിക്കുന്നു. എന്നാൽ പിശാച് വന്നിവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് വചനം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും എടുത്തു കളയുന്നു. പാറമേൽ വീണ വിത്ത് ദൈവവചനം കേട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെ കുറിക്കുന്നു. പക്ഷെ അവർക്ക് വേരില്ല. അവരുടെ വിശ്വാസം ക്ഷണികമാകുന്നു.
എന്നാൽ പരീക്ഷയിൽ അവർ അകപ്പെടുമ്പോൾ പിന്മാറിപ്പോകുന്നു. മുള്ളിനിടയിൽ വീണത് വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. എന്നാൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ദ്രവ്യാഗ്രഹവും ഇവരെ ഞെരുക്കിക്കളയുന്നു. ഇവർ ഒരിക്കലും പൂർണ്ണമായ ഫലം നൽകുന്നില്ല. നല്ല നിലത്ത് വീണ വിത്ത് വചനം കേട്ടിട്ട് നന്മ നിറഞ്ഞതും അനുസരണമുള്ളവരുമായ ഹൃദയത്തിനുടമകളെ കുറിക്കുന്നു. അങ്ങനെ അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളിതാ മുങ്ങാൻ പോകുന്നു. എന്റെ കർത്താവേ, എന്റെ കൈകളിൽ ഒന്നുമില്ല. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിതാ താഴുന്നു. ഗുരു, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. പടകിൽ വെള്ളം നിറയുകയാണ്. തിരുമാലകൾ ഞങ്ങളെ മൂടുന്നു. നാഥാ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളിതാ മുങ്ങിപ്പോകുന്നു. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. കാറ്റ് കുറയുന്നു. അവൻ കാറ്റിനെ ശാന്തമാക്കുന്നു. നാം ജീവിക്കാൻ പോകുന്നു. നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു. ജീവിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വില എന്താണ്? നാഥൻ, നാഥൻ, നീ കേട്ടോ? യേശു വരുന്നു. യേശു ഇവിടെ വരുന്നു. നഗരത്തിന്റെ പുറത്താ അദ്ദേഹം വരുന്നത്. നമുക്കും അങ്ങോട്ട് പോകാം. ശരി, പോവാം. ഞാൻ നിന്നെ അടിച്ചത് ബെഞ്ചമിൻ, എന്നോട് ക്ഷമിക്കുമോ? ഗുരു, ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചാലും അവർ ചുറ്റുമുള്ള ഊരുകളിലും പട്ടണങ്ങളിലും പോയി ആഹാരം കഴിക്കുകയും രാത്രി പാർക്കുകയും ചെയ്യട്ടെ. ഇതൊരു വിജനപ്രദേശമാണല്ലോ. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. മഹത്വത്തിൽ ഇരിക്കുന്നവനായ ഞങ്ങളുടെ നാഥ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഈ ആഹാരത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ നന്ദി. അങ്ങോട്ട് കൊടുക്കൂ. നന്ദിയുണ്ട്, നന്ദി. അവിടെ കിട്ടില്ല, എടുത്തോളൂ. ഇവിടെ 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 അത് ധാരാളം ഉണ്ട്. കൊടുക്കൂ. ഇങ്ങോട്ട് ഇവിടെ 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 ഇങ്ങോട്ട് കൊടുക്കൂ. യേശു ദൈവപുത്രനാണെന്ന് നിനക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? എനിക്ക് 2 മീനും കൂടെ വേണം. നീ എവിടെയായിരുന്നു? ഡാഡി, ഇനി ഞാൻ സത്യം പറയാം. ഞങ്ങൾ യേശുവിനെ കാണാൻ പോയിരുന്നു. എന്ത്? സ്വന്തം കണ്ണാൽ കണ്ടിട്ടും ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2 മീനും കുറച്ച് അപ്പവും അദ്ദേഹം ജനക്കൂട്ടത്തിന് ആഹാരമാക്കി മാറ്റി. ആർക്കറിയാതൊക്കെ. പക്ഷെ അവൻ തന്നെ മിശിഹായായിരിക്കാം. കൊള്ളാം. നീ ഈ വിഡ്ഢിക്കഥകളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ?
ഞങ്ങൾ എന്ത് ചെയ്യണം? തിരുവെഴുത്ത് എന്തു പറയുന്നു? നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ. ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യുക, നീയും ജീവിക്കും. ആരാണ് എന്റെ അയൽക്കാരൻ? ഒരിക്കൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ അവനെ ആക്രമിച്ചു. അവർ അവന്റെ വസ്ത്രമഴിച്ച് അവനെ അടിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആകസ്മികമായി അതിലെ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടപ്പോൾ പുരോഹിതൻ മാറിക്കടന്നുപോയി. അതുപോലെ തന്നെ ഒരു ലേവിനും ആ വഴി വന്നു. അവനെ നോക്കി വഴിയുടെ എതിർവശത്തു കൂടി കടന്നുപോയി. എന്നാൽ ഒരു ശമരിയക്കാരൻ അല്പസമയം കഴിഞ്ഞ് ആ വഴി വന്നു. അവനെ കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി അവനെ താൻ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ പുറത്തു കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ ചെയ്തു. പിറ്റേ ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് വേണ്ടതുപോലെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ അധികം ചിലവിടുന്നത് തന്നുകൊള്ളാം. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട ഈ മനുഷ്യനോട് ഒരു നല്ല കൂട്ടുകാരനെ പോലെ പെരുമാറിയത് ആരാണ്? അവനോട് കരുണ കാണിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തെ ഒരു ശിശുവിനെ എന്ന പോലെ കൈക്കൊള്ളാത്തവരാരും ഒരു നാളും അതിൽ കടക്കുകയില്ല. എന്റെ നാമത്തിൽ ആർ ഈ ശിശുവിനെ കൊണ്ടാലും അവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ എല്ലാവരിലും വലിയവനാകുന്നു. എന്താണ് ഇവിടെ ബഹളം? എന്താ നടക്കുന്നത്? നസറേനായ യേശു ഇതിലെ കടന്നു പോകുന്നു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. അദ്ദേഹം അത്ഭുതം കാട്ടുന്ന ആളാണ്. കരുതുന്നുണ്ടോ? ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കാഴ്ച കിട്ടണം. കാഴ്ച പ്രാപിക്കൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ കാണാം. അവന് കാണാൻ കഴിയുന്നു. എനിക്കിപ്പോൾ കാണാം. ആശ്ചര്യമായിരിക്കുന്നു. കർത്താവേ, ഇവൻ തീർച്ചയായും പ്രവാചകൻ തന്നെയാണ്. എന്റെ കർത്താവും ഗുരുവുമായവനെ എന്നെ രക്ഷിക്കണമേ. കർത്താവിന്റെ സ്തോത്രം. എനിക്ക് അദ്ദേഹത്തെ കാണണം. ആ മനുഷ്യൻ മരത്തിൽ കയറുന്ന എന്തിനാണ്? അയാൾ പൊക്കം കുറഞ്ഞവനായതുകൊണ്ട്. സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എന്റെ വീട്ടിലോ? അവന്റെ വീട്ടിലേക്ക് പോകുന്നു. സക്കായിക്ക് യേശുവിനെ എങ്ങനെ അറിയാം? ഇത് വളരെ നല്ലതാണ്. രുചികരം. ആ ചീസ് ഇങ്ങോട്ട് വരും. ആപ്പിളുകൾ മനോഹരം, വളരെ നല്ലത്. കുറച്ചുകൂടെ കടിക്കാൻ വേണം. ശ്രദ്ധിക്കൂ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും 4 ഇരട്ടി മടക്കി കൊടുക്കാം. ചുങ്കക്കാരൻ താൻ പിരിച്ചു കെട്ടി ചുങ്കം മുഴുവൻ തിരിച്ചു കൊടുക്കുന്നു. അസാധ്യം. എനിക്കത് വിശ്വസിക്കാൻ പോലും സാധ്യമല്ല. ഇവനും അബ്രഹാമിന്റെ മകനായതുകൊണ്ട് ഇന്ന് ഈ വീടിന് നിശ്ചയമായും രക്ഷ കൈവന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ശ്രദ്ധിക്കൂ.
നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകണമെന്നാണ്. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവനെ പരിഹസിച്ച് അവനെ അപമാനിച്ച് അവന്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹായ് സാറാ. ഹായ്. ഹായ്. ഹേയ്, ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകതയുണ്ട്? സാരയുടെ കഴുത കാണുന്നില്ലല്ലോ. കാണാതെ പോയതല്ല, ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ്. നിന്റെ പഴഞ്ചൻ കഴുതയെ ആർക്ക് വേണം? ഗുരു, നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കൂ. ഇവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അഞ്ച്, 6, 7, 8, 9, 10, 22, 21, 24, 25. എന്തിനാണ് യേശു കോപിക്കുന്നത്? ദൈവത്തെ ആരാധിക്കേണ്ട ദേവാലയത്തെ അവർ വ്യാപാര സ്ഥലമായി മാറ്റുകയാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അവനെ മൃഗത്തിന്റെ അടുത്തേക്ക് പോകുന്ന തടയൂ, പിടിക്കാന്. വളരെ കുറച്ചേ ഉള്ളൂ. നിനക്ക് കൂടുതൽ കൊടുത്തുകൂടെ? ഞാൻ പറയുന്നു, ഈ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെക്കാളും നൽകിയിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും വളരെ കുറച്ച് മാത്രം എടുത്ത് വഴിപാടായി അർപ്പിച്ചപ്പോൾ ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തന്റെ ഉപജീവനം മുഴുവനും കാണിക്കയായി അർപ്പിച്ചു. ഗുരു, നീ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും സത്യമാണ്. മുഖപക്ഷം കൂടാതെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവഹിതം യഥാക്രമം പഠിപ്പിക്കുന്നവനാണ് നീ എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പറയൂ, നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ എന്ന് പറഞ്ഞാലും? കർത്താവേ, സൂക്ഷിച്ചോണം, അവൻ നിന്നെ ചതിക്കാൻ ചോദിച്ചതാ. ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ. ഒരു വെള്ളി നാണയമോ? ഇതിന്റെ മേലെഴുത്തും സ്വരൂപവും ആരുടേത്? എങ്കിൽ കൈസർക്കുള്ളതൊക്കെയും കൈസർക്ക് കൊടുപ്പിൻ, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. അതിന് നീ എന്ത് മറുപടിയാ പറയുന്നേ? അതാണ് ശരി. നോക്കൂ, പത്രോസ് അതാ. അയാൾ എന്ത് ചെയ്യാണ്? പെസഹായ്ക്ക് ആഹാര സാധനങ്ങൾ മേടിക്കണം തോന്നുന്നു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിക്കാൻ വളരെ ആഗ്രഹിച്ചു. ഞാൻ പറയുന്നു, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
മുന്തിരിയിൽ നീ ഫലം കായ്ക്കുമാറാക്കുന്നവനല്ലോ. ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കൈ എന്റെ അടുത്ത് തന്നെയുണ്ട്. ദൈവനിർണയപ്രകാരം മനുഷ്യപുത്രൻ മരിക്കേണ്ടതാകുന്നുവെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം. അതൊരിക്കലും സംഭവിക്കില്ല. അതൊരിക്കലുമില്ല. അസാധ്യം. കർത്താവേ, ആരാണ് വഞ്ചകൻ? കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുക്കമാണ്. പത്രോസേ, ഞാൻ പറയുന്നു, എന്നെ അറിയുന്നില്ല എന്ന് നീ 3 വട്ടം തള്ളി പറയുന്നതിന് മുൻപേ ഇന്ന് കോഴി കൂകുകയില്ല. ന്യായാധിപ സംഘം തീരുമാനമെടുത്തു. അല്ല, എന്താണത്? രാജാവെന്ന് പറയുന്ന അയാളുടെ ഭരണത്തിന്റെ അന്ത്യം അരികത്തെത്തിയും തോന്നുന്നു. ന്യായാധിപ സംഘത്തിന്റെ സന്ദേശം കിട്ടി. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാ ഇസ്കറിയാത്ത് അവനെ ബന്ധിക്കാൻ സഹായിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു കാര്യം എങ്ങനെ അവര് പറഞ്ഞു? അധികം ചെലവായില്ല. 30 വെള്ളിക്കാശ് മാത്രം. ഈ രാത്രിയിൽ അവർ യേശുവിനെ ബന്ധിച്ച് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടത് ചെയ്യും. ഇല്ല, അത് നടക്കരുത്. യൂദാ, നീ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? വരൂ, പിടിച്ചു കെട്ടിവനെ. നിർത്ത്, മതി. അത്ഭുതം തന്നെ. ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ നിങ്ങൾ എന്റെ നേരെ വരുന്നത്? ഞാൻ എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. പിടിച്ചു കെട്ടിവനെ. ഇതാ രാജാക്കന്മാർ ധരിക്കുന്ന ഒരു അങ്കി. ഞങ്ങളോട് പറയൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ മഹാരാജാവേ? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ? ഇവൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അവനെ ഞാൻ അറിയ പോലുമില്ല. ആ, ഞാനിവരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. നീയും അവല്ലോ ഒരുത്തനല്ലേ? ഞാനല്ല.
സംശയമില്ല, കാരണം ഇവൻ ഗലീലക്കാരനാണ്. പോടാ ഇവിടുന്ന്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാഥൻ, നാഥൻ, എന്താണ് ബെഞ്ചമിൻ? നമ്മുടെ യേശു കഷ്ടത്തിലാണ്. വരൂ, മറ്റുള്ളവരെയും വിളിക്കാം. പറയൂ, ആരാണ് നിന്നെ അടിച്ചത്? പ്രവചിക്കൂ, ആരാണ് ഇനി നിന്നെ അടിക്കാൻ പോകുന്നത്? നിർത്തൂ, നിർത്താനാ ഞാൻ പറഞ്ഞത്. അവനെ ന്യായസംഘത്തിന്റെ മുൻപിൽ ഹാജരാക്കൂ. നടക്ക്. നീ ക്രിസ്തുവോ? എങ്കിൽ ഞങ്ങളോട് പറയുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. അപ്പോൾ നീ ദൈവപുത്രനോ? അതെ, ഞാനാകുന്നു. അവനിത് പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇവൻ ഇവിടെ പറഞ്ഞതെല്ലാം നാം തന്നെ കേട്ടുവല്ലോ. നമുക്ക് ഇവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോകാം. അതെ അതെ, അവൻ ഒടുക്കി കിടക്കാം. അവർ യേശുവിനെ പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുപോവാ. പീലാത്തോസിന്റെ അടുത്തോ? റോമൻ ഭരണാധികാരികളിൽ ഏറ്റവും വീജൻ, മരക്കുരിശിൽ തൂക്കി ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം കൊന്നവൻ. പോകൂ. ഈ അതിരാവിലെ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇവൻ ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. ഇവൻ ദൈവാലയത്തിലെ ചന്തസ്ഥലത്ത് വലിയ ബഹളമുണ്ടാക്കി. ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഞാൻ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. ഞങ്ങൾ ഇവനിൽ കുറ്റം കണ്ടു. കൈസർക്ക് കരം കൊടുക്കേണ്ട എന്നും രാജാവാണെന്നും മഷിക ആണെന്നും ഒക്കെ ഇവൻ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവാണോ? അതെ, ഞാൻ തന്നെ. ഇവൻ ഗലീലയിലാണ് ആരംഭിച്ചത്, ഇപ്പോഴിതാ ഇവിടെയും വന്നിരിക്കുന്നു. ഗലീലയിലോ? ഇവൻ ഗലീലക്കാരനോ? എങ്കിൽ ഹേരോദാവ് അവനെ വിസ്തരിക്കട്ടെ. അവൻ ജെറുസലേമിൽ തന്നെ ഉണ്ടല്ലോ. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകൂ. നീ ആരെന്നാണ് പറയുന്നത്? നിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്നവരൊക്കെ ആരാണ്? നീ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് പലരും പറയുന്നല്ലോ. എന്നാൽ ഒരു അത്ഭുതം ചെയ്യേ. തിരുമേനി, ഇവൻ ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. രാജാവാണെന്നാണ് പറയുന്നത്. രാജാവ്? ഈ മനുഷ്യനോ? രാജാവോ?
അല്ലയോ മഹാരാജാവേ, ഇവനെ ശിക്ഷിക്കൂ. പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ, അവിടുന്ന് വിധിക്കട്ടെ. ഈ മനുഷ്യൻ മരണയോഗ്യമായ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ ക്രൂരമായി അടിപ്പിച്ചു വിട്ടേക്കും. ഈ പ്രത്യേക ഉത്സവ സമയത്ത് നീ ഞങ്ങൾക്ക് ഒരുവനെ വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഇവനെ ഒടുക്കി കളയൂ. അതെ അതെ, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവനെ ക്രൂശിക്കുക. നീയോ ഇവനെ ചവിട്ടി കൊണ്ടിരിക്കൂ. പിന്നോട്ട് മാറുക, പിന്നോട്ട് മാറിപ്പോകൂ. അവന്റെ അടുക്കിൽ നിന്ന് മാറി നിൽക്കൂ. പുറകോട്ട് മാറൂ, പുറകോട്ട് പോകൂ. അവരദ്ദേഹത്തെ കൊല്ലം കൊണ്ടുപോകണം. പുറകോട്ട് അവിടെ നിന്ന് മാറൂ. അവന് സ്ഥലം കൊടുക്കൂ, സ്ഥലം കൊടുക്കുക. നിന്റെ പേരെന്താണ്? കുറേനക്കാരനായ ശീമോൻ എന്നാണ്. ഇങ്ങോട്ട് മാറി നിൽക്കൂ. അവനെ വിടൂ, അവനെ വിടാ. താഴെ എവിടെ? വരിക, വേഗത്തിൽ, വേഗം. നിനക്ക് ഇനിയും പോകാം. മുമ്പോട്ട്. പിതാവേ, ഇവരോട് ക്ഷമിക്കൂ. ഇവർ ചെയ്യുന്നതിനെന്നറിയുന്നില്ല. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇനി തന്നെത്താൻ രക്ഷിക്കട്ടെ. നീ മശിയാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അതെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. നിന്റെ അത്ഭുതങ്ങളിൽ ഒരെണ്ണം ഒന്ന് കാണിച്ചേ. കുരിശിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? യഹൂദന്മാരുടെ രാജാവ്. യേശു രാജാവാണെങ്കിൽ അവർ ഇപ്രകാരം എന്തിനു ചെയ്യുന്നു? എനിക്ക് അറിഞ്ഞൂടാ.
പിന്നെ നിങ്ങൾ കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചോ? എന്താണ് സംഭവിക്കുന്നത്? പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഞാൻ ഗുരുവിന് വേണ്ടി ഒരു കല്ലറ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കൊണ്ടുപോകാം. ക്ഷമിക്കണം, ഞങ്ങൾ കർത്താവിന്റെ ശരീരത്തെ പിന്തുടരുകയാണ്. ഞാൻ സഹായിക്കാം. എന്നാൽ വേഗം വേണം, ശാപത്തടുത്തു. യേശുവിനെ ഇനിയും കാണുകയില്ല എന്ന് വിശ്വസിക്കാൻ വയ്യ. ഒരു നിമിഷം, യേശു വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുവോ? എന്ത്? ഞാൻ ഓർക്കുകയാണ്. യേശു പറഞ്ഞു 3 ദിവസത്തിൽ അദ്ദേഹം വീണ്ടും ജീവിക്കും. നോക്ക്, കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. ശ്രദ്ധിക്കൂ, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ കല്ലറയ്ക്കകത്ത് കയറി, പക്ഷെ കല്ലറയിൽ യേശുവിന്റെ ശരീരം കണ്ടില്ല. ഇല്ലേ? 2 പേർ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ പോലെ ശോഭിക്കുന്ന ദൈവദൂതന്മാരായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇത് സത്യം. ഇതിന്റെ അർത്ഥം എന്താണ്? അവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഞങ്ങളെ സത്യമാണ്. വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വിശ്വാസം വരുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ അവരെ കണ്ടു. നിങ്ങൾ തന്നെ ഒന്ന് പോയി കാണ്. കല്ലറ ഒഴിഞ്ഞു കിടന്നു. കർത്താവ് അവിടെ ഇല്ല. പത്രോസേ, ഞങ്ങളെ വിശ്വസിക്കൂ. വാസ്തവമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ശിമോന് പ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് ഞങ്ങൾ അവനെ കണ്ടു.
എന്നാൽ തിരിച്ചറിഞ്ഞില്ല. അപ്പം നിർത്തി തന്നപ്പോഴാണ് കർത്താവാണെന്ന് മനസ്സിലായത്. എമ്മൂസിലോ? അത് അത്ഭുതമായിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ പരിഭ്രമിക്കുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകുന്നത് എന്തിന്? നോക്കൂ, എന്റെ കൈകാലുകൾ ഞാൻ തന്നെയാണെന്നറിയുക. നിങ്ങൾ തൊട്ടു നോക്കുവിൻ. ഭൂതത്തിന് എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥിയുമില്ലല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകേണ്ടതാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ആദ്യം യെരുശലേമിലും പിന്നീട് സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കപ്പെടും. യേശു ദൈവപുത്രനാണെന്ന് കാലേബ് ആദ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. അവിടുന്ന് ദൈവസ്നേഹം പഠിപ്പിച്ചത് ഞാൻ കേട്ടു. യേശുവിനോട് ചെയ്ത ഭയാനകമായ കാര്യങ്ങൾ ഞാൻ കണ്ടു. അടിക്കുന്നതും കണ്ടു. അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്നതും കണ്ടു. പിന്നെ മരിക്കുന്നതും കണ്ടു. അവർ അവിടുത്തെ ശരീരമിറക്കി കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടു. എന്നാൽ യേശുവിനെ വീണ്ടും കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അതിശയകരമായ കാര്യം സംഭവിച്ചു. ദൈവം വാഗ്ദാനം പാലിച്ചു. യേശുവിനെ തിരികെ ജീവിപ്പിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. അവിടുന്ന് നമ്മോട് പറഞ്ഞു, യേശു ദൈവപുത്രനാണെന്ന് നമുക്ക് വേണ്ടി മരിച്ചുവെന്നും വിശ്വസിക്കുമ്പോൾ നാം അവനോടുകൂടെ എപ്പോഴും ജീവിക്കും. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഹാവ്, എന്തൊരു നല്ല കഥ! സത്യമാണ് താനും. കാലേബ്, യോവേൽ, നാഥൻ, ബെഞ്ചമിൻ തുടങ്ങിയ എല്ലാവരും കണ്ടു. യേശു ആരാണെന്ന് ആശ്ചര്യപ്പെട്ടു. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാനും യേശു എന്നിൽ ജീവിക്കാനുമുള്ള എൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കാൻ യേശുവിനോട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഉത്തരം എന്ത്? എനിക്ക് മനസ്സിലാകുന്നില്ലെന്നോ? അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട് ആദ്യം ചോദിക്കണമെന്നോ? അല്ലെങ്കിൽ ഞാൻ തയ്യാറായില്ലെന്നോ? അല്ലെങ്കിൽ അതേ എന്നോ ആയിരിക്കാം മറുപടി. അല്ലെങ്കിൽ യേശു എന്നിൽ ഇപ്പോൾ തന്നെ ജീവിക്കണമെന്ന് പറയാം. എൻ്റെ എല്ലാ പാപങ്ങളും, ഞാൻ ചിന്തിച്ച, പറഞ്ഞ, ചെയ്ത തെറ്റായ എല്ലാ കാര്യങ്ങളും യേശു എന്നോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അവിടുത്തോടൊപ്പം ഇപ്പോഴും എപ്പോഴും ജീവിക്കണമെന്ന് യേശുവിനോട് പറയാം. നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ സ്വന്തം വാക്കുകളിലോ ഇപ്രകാരം പ്രാർത്ഥനയിലോ ദൈവത്തോട് സംസാരിക്കാം. ദൈവമേ, യേശു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചിന്തിച്ച്, പറഞ്ഞ്, ചെയ്ത എല്ലാ തെറ്റായ കാര്യങ്ങൾക്കും യേശു കുരിശിൽ മരിച്ചതിനാൽ അങ്ങയോട് നന്ദി പറയുന്നു. എൻ്റെ പാവങ്ങൾ ദയവായി ക്ഷമിച്ചാലും യേശു എൻ്റെ കൂടെയും എന്നിലും എപ്പോഴും ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ അവിടുത്തെ ഇഷ്ടപ്രകാരമുള്ള വ്യക്തിയാക്കണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഈ പ്രാർത്ഥന ഇപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നുവോ? ഉത്തരം അതെ എന്നാണെങ്കിൽ എന്നോടൊപ്പം ദൈവത്തോട് ഇപ്പോൾ പറയുക. ഞാൻ സാവധാനം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ദൈവമേ, യേശു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചതിനാൽ നന്ദി. ഞാൻ ചിന്തിച്ച്, പറഞ്ഞ്, ചെയ്ത എല്ലാ തെറ്റായ കാര്യങ്ങളും എൻ്റെ പാപങ്ങളും ദയവായി ക്ഷമിച്ചാലും യേശു എന്നോട് കൂടെയും എന്നിലും എപ്പോഴും ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരമുള്ള വ്യക്തിയാക്കി എന്നെ തീർക്കണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ദൈവം സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു. നിന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ദൈവവാക്ക് വിശ്വസിക്കുക. നീ അപ്രകാരം പ്രാർത്ഥിച്ചെങ്കിൽ കൂട്ടുകാരോടോ മാതാപിതാക്കളോടോ സ്വന്തക്കാരോടോ പറയുന്നത് നല്ലതാണ്. ജീവിതത്തിൽ മഹത്തായ ഒരു ധീരപ്രവൃത്തി ആരംഭിക്കുകയാണ്. ഈ പുതിയ കൂട്ടുകെട്ട് യേശുവിനോടും അവിടുത്തെ പിതാവായ ദൈവത്തിനോടുമാണ്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും സഹായിക്കുന്ന 4 കാര്യങ്ങളുണ്ട്.
ദൈവപുസ്തകമായ ബൈബിൾ ദിനവും വായിക്കുക. നിങ്ങൾക്കായി എഴുതപ്പെട്ട 100 കണക്ക് ദൈവവാഗ്ദാനങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് ഏതു കാര്യവും ഏത് സമയവും എവിടം വെച്ച് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. സ്നേഹിതനായ യേശുവിനെ കുറിച്ച് കൂട്ടുകാരോട് പറയുക. ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോടൊപ്പം ആയിരിക്കുക. യേശുവിന്റെ സംഭവകഥ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ നല്ല സമയമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സമയം. പോയി കൂട്ടുകാരോട് പറയുക.